ഇന്ന് തിരുവോണം. മലയാളികളെല്ലാവരും ഏറ്റവും സന്തോഷത്തോടെയും ഒത്തൊരുമയോടെ ഒക്കെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. കേരളത്തിനകത്തായിക്കോട്ടെ കേരളത്തിന് പുറത്തായിക്കോട്ടെ എവിടെയാണെങ്കിലും മലയാളികൾ ഓണം ആഘോഷിച്ചിരിക്കും. അതാണ് ഓണത്തിന്റെ ഒരു പ്രത്യേകത. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഓണമൊക്കെ പ്രമാണിച്ച് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? എനിക്കറിയാം പലർക്കും പായസം എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. ചിലർക്ക് സേമിയ പായസമായിരിക്കും, ചിലർക്ക് ഗോതമ്പ് പായസം, അടപ്രഥമനായിരിക്കും. അങ്ങനെ പലർക്കും പല തരത്തിലുള്ള പായസങ്ങളായിരിക്കും ഇഷ്ടമുള്ളത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാറ്റഗറിയിൽ ഒന്നും പെടാത്ത ആളാണ്. എനിക്ക് പായസം പൊതുവേ ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ കിട്ടിയാൽ കുടിക്കും, പക്ഷെ അല്ലാണ്ട് അതിനപ്പുറം പായസത്തിനോട് എനിക്കൊരു വികാരം, ഒരു അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് പായസമുണ്ട്. അതായത് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഓണത്തിന്റെ ഒരു ടൈമായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിച്ച സമയത്ത് അതിന്റെ കൂട്ടത്തിൽ അവർ ചെറിയൊരു പാത്രത്തിലൊരു പായസം തന്നു. പായസം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു നല്ല ടേസ്റ്റ് ആയിരുന്നു, കുടിച്ച് നോക്കുന്ന പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിച്ചു. ഒരു വായാണ്ട് മിച്ചമുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് വേറൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അതായത് കുറച്ച് ക്യാരമലിൻ്റെയും ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ അന്ന് മുതൽ വിചാരിക്കുന്നതാണ് ആ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. ഓണം ആവട്ടെ എന്ന് ഓർത്ത് ഞാനിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. സോ ഫൈനലി നമ്മുടെ ഓണം വന്നെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നൊരു ക്യാരമൽ പാലട പായസം ഉണ്ടാക്കാം. ഓണത്തിന് പുതിയ എന്തെങ്കിലും റെസിപ്പീസ് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ട്രൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പായസം ഇഷ്ടമുള്ളവർക്കും പായസം ഇഷ്ടമില്ലാത്ത എന്നെ പോലത്തെ ആൾക്കാർക്കും വരെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇത് 2 കവർ പാല് കേട്ടോ. ഇത് 1 ലിറ്റർ ആണ്. പിന്നെ പഞ്ചസാര, പിന്നെ നെയ്യ്, പിന്നെ വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടി, പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഇതാണ് നമ്മുടെ ഡബിൾ ഹോൾസിൻ്റെ പാലട, പിന്നെ നമുക്ക് കുറച്ച് ബട്ടർ വേണം, പിന്നെ നമുക്ക് മിൽക്ക് പൗഡർ വേണം, പിന്നെ നമുക്ക് വേണ്ടത് ഇതൊക്കെയാണ് നമ്മുടെ കാഷ്യൂനട്ട്, ബദാം, കിസ്മിസ്, പിന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കാർഡമം, ഏലക്ക. അപ്പോൾ നമുക്കിനി പായസം ഉണ്ടാക്കാൻ പോകാം. നമുക്ക് ആദ്യമേ ബദാമും കാഷ്യൂനട്ടും കിസ്മിസും കുറച്ച് നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മളിതെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് ഇടുവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പായസത്തിനകത്തും ബിരിയാണിക്കകത്തും ഒക്കെ കിസ്മിസ് ഇടുന്നതൊന്നും വലിയ ഇഷ്ടമില്ല. പിന്നെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ കിസ്മിസ് ഇട്ടേക്കുന്നത്. നമുക്കിനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവേ. നമുക്കിനി സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഈ പാലടയും കൂടെ ഈ ഒരു ചൂട് നെയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള പാലട കൊണ്ട് ചേർക്കാം. നമ്മൾ നെയ്ക്കകത്ത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കാരണം നമ്മളെല്ലാം ചെയ്യുന്നത് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ്. നമ്മുടെ പാലട നെയ്ക്കകത്ത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി പഞ്ചസാര കഴിക്കാൻ പോവാണേ. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് നമ്മൾ കഴിക്കാൻ പോണേ. അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ആക്കി വെച്ചേക്കുവാണേ. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര കപ്പ് പഞ്ചസാര എടുക്കുന്നു അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം. വെള്ളം ചൂടാക്കാൻ വെക്കണേ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റൗവിൽ ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെക്കുവാണേ. നമുക്ക് വെള്ളം ചൂടാക്കാം. നമ്മളിപ്പുറത്ത് ചൂടാക്കാൻ പോവാണ്. ലോ ഫ്ലെയിം വെച്ച് വേണം കരിച്ചെടുക്കാൻ വേണ്ടി. ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടേക്ക് ബട്ടർ ഇടാൻ പോവാണ്. ഒത്തിരി കരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കരിച്ചവ ഫീൽ ചെയ്യും. ജസ്റ്റ് ഒരു കളർ മാറിയാൽ മതി. കുറച്ച് കളർ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇങ്ങോട്ടേക്ക് ബട്ടർ ചേർക്കാവേ. നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ബട്ടർ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്കിനി വേണ്ടത് ഇങ്ങോട്ടേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലോ ഫ്ലെയിം വെച്ച് വേണം ചെയ്യാൻ വേണ്ടി കേട്ടോ. കുറച്ച് കളർ മാത്രം
ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഇനി അത് അങ്ങോട്ട് ഒഴിക്കാതെ നമുക്കിതൊന്ന് ഫുള്ളി മെൽറ്റ് ആവുന്ന വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പഞ്ചസാരയൊക്കെ ഒന്ന് ഫുള്ളി മെൽറ്റ് ആവട്ടെ. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ ബ്രൗൺ കളർ വന്നു. ഒരു ഷെയ്ഡായിട്ടുണ്ട് കേട്ടോ, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമുക്ക് 2 കവർ പാൽ ഇട്ട് ഒഴിക്കാതെ. നമ്മളിപ്പോൾ 2 കവർ പാൽ ഒഴിച്ചിപ്പം കളർ ലൈറ്റായി പോയല്ലോ, കുഴപ്പമില്ല. നമുക്ക് കുറച്ചും കൂടെ പഞ്ചസാര കരിച്ചും കൂടെ ചേർത്താൽ മതി. അപ്പം നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ കിട്ടിക്കോളും. നമുക്കിനി നമ്മുടെ നെയ്ക്കകത്ത് കോട്ട് ചെയ്ത് വെച്ച അടയും കൊണ്ട് നോക്കാതെ. നമ്മൾ കുറച്ചും കൂടെ പഞ്ചസാര കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒഴിച്ച് കൊടുക്കാവേ. അത്യാവശ്യം കളറായിട്ടുണ്ട്. നമ്മളിത് കുറച്ച് വെച്ചാണ് ഇളക്കുന്നത്. നമുക്കിനി കുറച്ച് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാവേ. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉണ്ടാവുമേ. ഫ്ലേവറിന് വേണ്ടി ഏലക്കയുടെ പൊടി ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പാൽപ്പൊടിയാണ്. നമ്മൾ ഡയറക്റ്റ്ലി പാൽപ്പൊടി ഇങ്ങോട്ടേക്ക് ഒഴിക്കുന്നില്ല. നമ്മൾ പകരം കുറച്ച് വെള്ളത്തിൽ പാൽപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. അങ്ങനെ പാൽപ്പൊടി വെള്ളത്തിൽ കലക്കുവാണ്. പാൽപ്പൊടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതും കൂടെ ഒഴിക്കാവേ. കുറച്ച് വാനില എസൻസ് കൂടെ ചേർക്കാവേ. ഫ്ലേവറിന് കുറച്ച് മതി. ഒരു അരയടം ഫ്ലേവറിന് ചേർക്കാം. കുറച്ചും നെയ്യോടെ ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ കാഷ്നട്ടും കിസ്മിസും ബദാമും കൂടെ ആഡ് ചെയ്യാം. ഞാൻ അതിൻ്റെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിനിടയ്ക്ക് അട കുറച്ച് വെന്തോന്ന് അടുത്ത് നോക്കണം. പക്ഷെ നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടില്ലായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ നേരെ ഇട്ട് വേഗത്തെ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ ഈ സമയം മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലൊരു കാരമലിൻ്റെ സ്മെല്ലും കണ്ടൻസ് മിൽക്കിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് പായസം കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അട വെന്തോ നോക്കിയിട്ട് നമുക്കത് വാങ്ങാവുന്നതേ ഉള്ളൂ. നല്ല തിക്കായി വരുന്നുണ്ട്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. എനിക്ക് പേഴ്സണലി പായസം എപ്പോഴും തണുപ്പിച്ച് കുടിക്കുന്നതാണ് ഇഷ്ടം. ചൂടായിട്ട് കുടിക്കാൻ നല്ലതാണ്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. നമുക്കിപ്പം കുറച്ച് ചൂടായിട്ട് കുടിച്ച് നോക്കാം. കുറച്ച് നമുക്ക് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഈ ഒരു കാരമൽ പാലട പായസം തണുപ്പിച്ച് കുടിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെ ഉണ്ടാക്കി നമുക്ക് കുടിച്ചപ്പോഴാണ് ഈ കുറച്ചും കൂടെ ടേസ്റ്റ് ഫീൽ ചെയ്തത്. കാരണം അങ്ങനെ ആകുമ്പം ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒരു ക്രീമി ആയിട്ട് കുറച്ചും കൂടെ നല്ല ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും കാരമലിൻ്റെയൊക്കെ ടേസ്റ്റ് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചൂട് പായസം വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം, തണുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം. നമുക്കിനി കുറച്ചൊന്നും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അട വെന്തോ നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അട 3/4 വെന്തിട്ടുണ്ട്. കാരണം നമുക്ക് സാധാരണ അടപ്പായസിനകത്ത് കുറച്ച് അട കടിക്കാൻ കിട്ടണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ആ ഒരു പരിവായിട്ടുണ്ട്. നമുക്കൊന്നത് പയ്യെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമുക്കിനി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നല്ല തിക്കായിരുന്നു, നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും. നമ്മുടെ കാരമൽ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം പായസം ഇഷ്ടത്തെ ഞാൻ പോലും ഭയങ്കര കൊതിയോടെ കുടിക്കുന്നൊരു പായസമാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് മധുരത്തിനനുസരിച്ച്
പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ഒക്കെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിനകത്ത്. നമുക്ക് ഈ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാനിതൊരു സ്പൂൺ എടുക്കുവാണേ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എനിക്ക് തണുപ്പിച്ച് കുടിക്കുന്നതാണ് ഇഷ്ടം, പക്ഷെ നമുക്ക് തണുത്തിട്ട് വരുന്ന ഒരു വെയിറ്റ് ചെയ്യാൻ ഉള്ള ക്ഷമയില്ല. നല്ല ഒരു ക്രീമി ടേസ്റ്റാണ് ഗൈസ്, നല്ല ടേസ്റ്റാണ്. പായസം എന്ന് വിളിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയത്തില്ല, കാരണം അത് വേറെ നല്ലൊരു ഡെസേർട്ട്, നല്ല മധുരക്കുള്ള ഒരു ഡെസേർട്ട് കഴിയുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെയും ഒരു ക്യാരമലിൻ്റെ ഒക്കെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ സോ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും, അത് ഞാൻ ഗ്യാരണ്ടി. പായസം ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും ജസ്റ്റ് ഒരു ഡെസേർട്ട് എന്ന രീതിയിൽ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി നോക്ക്. അപ്പോൾ അറിയാം, ഇങ്ങനെ ചൂടോടെ കുടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. തണുപ്പിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും, കൊള്ളാം. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പം ഓണം പ്രമാണിച്ച് ഞാൻ ഒരു ഗിവ് അവേ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എന്നോട് കുറേ പേര് ഇങ്ങനെ ചോദിച്ചു, കമൻസിലൂടെ അല്ല, എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇങ്ങനെ ചോദിച്ചു, ഗിവ് അവേ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ പേജിൽ ആകെപ്പാട് ഒരു 100-130 സബ്സ്ക്രൈബേഴ്സ് ഏതാണ്ടേ ഉള്ളൂ. എന്നാലും ഞാൻ വിചാരിച്ചു ഓണം ആയതുകൊണ്ട് ഒരു ഗിവ് അവേ ചെയ്തേക്കാം. അപ്പം ഗിവ് അവേക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുത്തിട്ട് ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സെപ്റ്റംബർ 11 ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്ത് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ സോ എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയോ, എങ്ങാനും കിട്ടിയെങ്കിലോ. അപ്പോൾ എന്താണ് സമ്മാനം എന്നുള്ളത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പായസം ഞാൻ തരുന്നതായിരിക്കും. പക്ഷേ അപ്പോൾ ഓണ സീസൺ കഴിയുന്നതുകൊണ്ട് ഞാൻ വേറൊരു ഓപ്ഷൻ കൊണ്ട് വെക്കാം, എൻ്റെ ചോക്ലേറ്റ് ബ്രൗണീസ്. എൻ്റെ ചോക്ലേറ്റ് ബ്രൗണിക്ക് അത്യാവശ്യം ഫാൻസ് ഉള്ളൊരു സാധനമാണ്. അപ്പം ഒന്നെങ്കിൽ ചോക്ലേറ്റ് ബ്രൗണീസ് തരാം, അല്ലെങ്കിൽ ഈ ക്യാരമൽ പാലട പായസം. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്, ഈ വിന്നറിന് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പായസവും വീഡിയോയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ പായസം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ.